അച്ഛൻ ഓർക്കില്ലേ, പോയിട്ട് ഇത്ര ദിവസമല്ലേ ആയുള്ളൂ. അതിനു മുൻപ് ഞാൻ ഇറങ്ങി കടയിലേക്ക് പോകുന്നു. ഇത്രയൊക്കെ സങ്കടമേ മോൾക്കുള്ളോ എന്ന്. അങ്ങനെ ഒന്നും ഓർക്കില്ല. മരിച്ചുപോയവർക്ക് ജീവിച്ചിരിക്കുന്നവരെ പോലെ കണ്ണിൽ കാണുന്ന കാഴ്ച മാത്രമല്ല, എല്ലാം കാണാം, എല്ലാം അറിയാം. മോള് പറയാതെ തന്നെ അച്ഛനെല്ലാം മനസ്സിലാവും. അയ്യോ, അച്ഛന്റെ ഫോൺ അത് ഞാൻ ചാർജ് ചെയ്യാൻ വെച്ചിരിക്കായിരുന്നു. ഇപ്പൊ ഓണായി കാണും, നോക്കട്ടെ. ഓണായില്ലേ മോളെ? ഇല്ല, പുറത്ത് കിടന്നതല്ലേ, എന്തേലും കംപ്ലൈന്റ് കാണും. എന്നാലും ഇതെങ്ങനെ പുറത്തെത്തിയെന്ന് അറിയാത്തത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? വേറെന്ത് ചെയ്യാനാ, ഏതെങ്കിലും മൊബൈൽ ഷോപ്പിൽ കൊണ്ടുപോയി കൊടുക്കണം. ചേച്ചി കടയിലേക്ക് ചെല്ല്. ശരി. ചേട്ടാ, ദേ ഫോൺ ഒന്ന് നോക്കൂ. എന്ത് പറ്റിയതാ? വർക്ക് ചെയ്യുന്നില്ല. ചാർജ് ചെയ്ത് നോക്കിയോ? എന്നിട്ടും ഓണായില്ല. നോക്കാം. അതെ, അഡ്രസ്സും ഫോൺ നമ്പർ ഈ ബുക്കിലൊന്ന് എഴുതി വെക്കണേ. ശരി, വൈകിട്ട് വന്നോളൂ. ഓക്കെ, വെച്ചേക്കാം. ശരി. അമ്മനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മോള് വെറുതെ പറഞ്ഞതല്ലോ. അല്ലമ്മ, എന്റെ അമ്മയെ ഞാൻ പുറത്തിറക്കും. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഭൂമി ഇരിക്കേ. തൻ്റെ മനസ്സിൽ ഇളകി പറഞ്ഞുകൊണ്ടിരിക്കുന്ന തിരെ എനിക്ക് കാണാൻ കഴിയും. അതൊന്ന് ശാന്തമാക്കണം. ഭൂമിയിലേക്ക് മടങ്ങി വരണം. അതെ സർ, അച്ഛനും പറഞ്ഞു മോള് പഴയ ഭൂമിയാകണമെന്ന്. ഇടയ്ക്കിടയ്ക്ക് എന്നെ വന്ന് ഉപദേശിച്ചിട്ട് പോവും. അമ്മയെ സബ് ജയിലിലേക്ക് മാറ്റി. അറിഞ്ഞു. അമ്മയെ പെട്ടെന്നിറക്കാൻ പറ്റിയ അനുകൂല ഘടകങ്ങളൊന്നുമില്ല. സാക്ഷിമൊഴികൾ, തൊണ്ടി സാധനങ്ങൾ ഒക്കെ എതിരാണ്. കത്തിയിലെ ഫിംഗർ പ്രിന്റ് പോലും ഭൂമിയുടെ അമ്മയുടേതാണ്. അംബിക പറയുന്നത് അന്ന് ആ മുറിയിൽ ഒരാൾ ഉണ്ടായിരുന്നു എന്നല്ലേ? മുഖംമൂടി വെച്ചൊരാൾ.
അതുകൊണ്ട് തന്നെ രേഖാചിത്രം തയ്യാറാക്കി ആളെ ട്രേസ് ചെയ്യാൻ കഴിയില്ല. ഈ കേസിലേക്ക് സഞ്ചരിക്കാൻ മാനസികമായി എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു എക്സാമ്പിൾ പറയാം. മുറിക്കുള്ളിൽ മറ്റൊരാൾ ഉണ്ടായിരുന്നതിൻ്റെ ദൃശ്യമുണ്ടെന്ന് കരുതുക. അത് കേസിന് ഗുണം ചെയ്യും, അമ്മയെ ഇറക്കാൻ എളുപ്പമാവും, പെട്ടെന്നൊരു ജാമ്യം കിട്ടും. മനസ്സിലാവുന്നുണ്ട് സാർ. അച്ഛൻ്റെ ഫോണിലേക്ക് ആരുടെയൊക്കെ കോള് വന്നിരുന്നു, അതല്ലാതെ കേസിന് പറ്റിയ എന്തെങ്കിലും തെളിവുകൾ കിട്ടുമോ എന്നൊക്കെ നോക്കാമല്ലോ. ഏത് നിലയ്ക്കാണ് അത് ഈ കേസിനെ സഹായിക്കുമെന്ന് പറയാൻ പറ്റില്ല. കുറച്ച് ദിവസമായിട്ട് ഫോൺ കാണുന്നില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം വീടിന്റെ പുറത്തുനിന്ന് അത് കിട്ടിയത്. വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതൊരു മൊബൈൽ ഷോപ്പിൽ കൊടുത്തിരിക്കുക ശരിയാക്കാൻ. കിട്ടിയ ഉടൻ എന്നെ ഏൽപ്പിക്കണം. ശരി സർ. സർ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് ലാബ് റിപ്പോർട്ടും വന്നോ? വന്നു. എനിക്കൊന്ന് വായിക്കാൻ തരുമോ? ഇല്ല. അല്ല, വെറുതെ ഒന്ന് നോക്കാൻ. ഒരു പ്രാവശ്യം നോ പറഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് ചോദിക്കരുത്. ഒരു ആകാംക്ഷ ഉണ്ട്. കേസിന്റെ കാര്യം പോലീസ് നോക്കിക്കോളും. എഴുതിയോ? എഴുതി സാറേ. അത് അതിന്റെ കൂടെ എഴുതിക്കോ. അല്ല, എന്താ ഭൂമി? ഒന്നുമില്ല ബാലേട്ട. അമ്മയുടെ കാര്യമാ? അമ്മയെ വെറുതെ വിടും? തെളിവുകളിൽ പോസിറ്റീവായിട്ടൊന്നുമില്ലെന്നാ അജയ് സാറ് പറയുന്നത്. അമ്മയെ രക്ഷിക്കാൻ കേസിന്റെ വിവരങ്ങളെല്ലാം അറിയണമല്ലോ. പേഴ്സണലായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തു തരേണ്ടതുണ്ടോ? എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്തു തരാം. കേസിന് സഹായകരമായി ചിന്തിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല. ഭൂമി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണേ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് ലാബ് റിപ്പോർട്ടും വന്നല്ലോ. കിട്ടി? അതിന്റെ കോപ്പി കിട്ടുമെന്ന് ഞാൻ സാറിനോട് ചോദിച്ചു. ബുദ്ധിമുട്ടാണെന്ന് അജയ് സാറ് പറഞ്ഞു. വക്കീൽ ആവശ്യപ്പെട്ട കോപ്പി കൊടുക്കണമെന്നാണ്. അതിന് ഞാൻ എവിടുന്ന ഒരു വക്കീലിനെ കൊണ്ടുവരുന്നത്? ബാലേട്ട, അതെനിക്കൊന്ന് കണ്ടാ മതി, കോപ്പിയൊന്നും വേണ്ട. ഭൂമി, അത് ബാലൻ സാറേ, ഭൂമി ഓരോ കേസിന്റെ കാര്യത്തിൽ എന്തോരം ഹെൽപ്പ് ചെയ്താണ്. എടുത്തു കൊടുക്ക് സാറേ. ഇവിടെ ഇരുന്ന് വായിക്കുന്നല്ലേ ഉള്ളൂ. ഞാനൊന്ന് നോക്കട്ടെ. അമ്മയെ പോയി കണ്ടോ? പോണം. ഒരു ആശ്വാസവാക്ക് പറയാനുള്ള കാര്യം കിട്ടണമല്ലോ. കണ്ട രണ്ടുപേരും കരഞ്ഞു തീർക്കും. ഭൂമി, നീ ചോദിച്ച പോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ലാബ് റിപ്പോർട്ടും ഇതിലുണ്ട്. കൗൺസിലറുടെ വീട് കുത്തി തുറന്ന തെഫ്റ്റ് കേസിന്റെ ഫയൽ എസ് ഐ സാറിന് കൊടുത്തോ? ഇല്ല. ദാ ഇവിടെ ഇരിപ്പുണ്ട്. അതിങ്ങ് തന്നേക്ക്. അതെ, എനിക്കൊരു ഷീറ്റ് പേപ്പർ തരൂ. ഒരു പേനയും കൂടി തരൂ. ലക്ഷ്മി, 2 പീസ് ചായ. ഭൂമി വന്നില്ലേ? വന്നു. ചായ കൊണ്ടുപോയതാ. മാത്യു സാറേ, എടാ എവിടായിരുന്നു? ഒരു കഥ പറയാൻ പോയതാ. അപ്പൊ നടക്കട്ടെ. എടാ, നീ നമ്മുടെ അച്ചുവേട്ടന്റെ കൊലപാതകത്തെ ബേസ് ചെയ്ത് ഒരു ഇൻട്രോ ഉണ്ടാക്കിന്ന് പറഞ്ഞില്ലേ? പറയാം. ഓപ്പണ്. ഒരു ഇരുണ്ട ഭയാനകമായ രാത്രി, ശക്തിയായ മഴ, മുഖമോടെ ഇട്ട് ഒരാൾ നടന്നു നീങ്ങുന്നു. ബാക്ക് ബോഡി മാത്രം ദൃശ്യത്തിലേക്ക്. ചോരയിൽ കുതിർന്നു കിടക്കുന്ന അച്യുതന്റെ ബോഡി. രക്തം തറയിൽ കൂടെ ഒഴുകിയിട്ടുണ്ട്. പോലീസ് ജീപ്പുകൾ നിരത്തിലൂടെ സൈറൻ മുഴക്കി നീങ്ങുന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്ന അംബിക.
ലോക്കപ്പിൽ അംബിക. ലോക്കപ്പിൽ അംബിക കരയുന്നു. ആ ഇതൊക്കെ. പക്ഷേ ആര് കൊന്നു തുടങ്ങിയ കഥകൾ അതൊക്കെ ഡെവലപ്പ് ചെയ്യണം. ഉം. ഞാൻ മനസ്സിൽ കാണുന്നത്, നമ്മൾ ഈ കഥയിലൂടെ സഞ്ചരിക്കുമ്പോൾ യഥാർത്ഥ കൊലയാളിയെ കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരും. ഉം. എന്തായാലും ഇത് പിടിക്കാല്ലേ? അതെ. ദാ ആ കോഫി. ലക്ഷ്മിയേച്ചി 2 എൻകൗണ്ടർ ബജ്ജി കൂടി. ഉം. സർ, സർ, റിപ്പോർട്ടില് 10 സെന്റിമീറ്റർ ആഴത്തിലാണ് മുറിവെന്നുള്ളതുണ്ട്. ഒരു സ്ത്രീക്ക് ആരോഗ്യപരമായി അതിന് സാധ്യമാണോ? സാധ്യത കുറവാണ് സർ. ആഴത്തിന്റെ കാര്യം വിടാം. മുറിവിന്റെ സ്വഭാവം ഫോറൻസിക് റിപ്പോർട്ടിൽ പറയുന്നത് കത്തി പൂർണ്ണ ശക്തിയോടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് കടന്നു എന്നാണ്. എന്റെ അമ്മയുടെ ശരീരഘടനയും കൊല്ലപ്പെട്ട എന്റെ അച്ഛന്റെ ശരീരഘടനയും കണക്കിലെടുത്താൽ അത്തരത്തിൽ ആഴത്തിൽ കുത്താൻ ആവശ്യമായ ശരീരബലം അമ്മയ്ക്കുണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഒരു ആർഗ്യുമെന്റ് വെക്കാവുന്നതല്ലേ സർ? ഫോറൻസിക് റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും തരാൻ പറ്റില്ലെന്ന് ഞാൻ തന്നോട് പറഞ്ഞല്ലേ? പിന്നെ എന്തിനാ നീ ഗെയിം കളിക്കുന്നത്? പോലീസിന്റെ പണി കയറി ചെയ്യണ്ട. ആരാ ഇത് എടുത്തു കൊടുത്തത്? അത് പിന്നെ ഓ, താനായിരിക്കും. തന്റെ മൂത്താപ്പയുടെ മകളാണല്ലോ. സർ, അത് ഒരു സതുദ്ദേശത്തിന്റെ പുറത്ത്. അത്തരം സതുദ്ദേശം ഇവിടെ വേണ്ട. സർ, ഞാൻ നിർബന്ധിച്ചിട്ടാണ്. തന്നോട് ചോദിച്ചോ? എന്തൊക്കെയാണോ ഇത്? പോലീസ് സ്റ്റേഷനിൽ ബോർഡെടുത്ത് മാറ്റണോ? ഓ, നിങ്ങളുടെയൊക്കെ ദത്തുപുത്രിയാണല്ലോ ഇവള്. എല്ലാരും കൂടെ ഒരു അമ്പലം പണിതിട്ട് ഇവളെ അവിടെ പ്രതിഷ്ഠിക്കും. എന്നിട്ട് വിളക്ക് കത്തിച്ച് 2 നേരം പ്രാർത്ഥിക്കും. 24 മണിക്കൂറിനകം എനിക്കിതിന്റെ എക്സ്പ്ലനേഷൻ കിട്ടിയിരിക്കണം. താൻ ഇവിടെ ഇരുന്ന് റിട്ടയർഡ് ആവണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. സർ, സാറിന്റെ അച്ഛൻ മാധവൻ സാറ് കൊല ചെയ്യപ്പെടുകയും കൊലപാതകയുടെ സ്ഥാനത്ത് സാറിന്റെ അമ്മ എത്തുകയും ചെയ്ത അപ്പോ സാറിന് എന്റെ മനസ്സ് കാണാൻ കഴിയും. എന്റെ അമ്മയെ രക്ഷിക്കാൻ ഏതറ്റം വരെ എനിക്ക് പോയേ മതിയാവും. സോറി സർ. സോറി. എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. ചേട്ടാ, ഇത് ഞങ്ങളുടേതായ രീതിയിലൊക്കെ പണിത് നോക്കിയതാ. ശരിക്കും മഴ നനഞ്ഞിട്ടുണ്ട്. അതെ, മുറിയിന്ന് പുറത്ത് വീണതാ. കുറച്ചു ദിവസം കഴിഞ്ഞാ കണ്ടത്. ഇതിവിടെ തീരത്തില്ല. കമ്പനി കൊടുക്കേണ്ടതായിട്ട് വരും. അവർക്കാകുമ്പോൾ കൃത്യമായിട്ട് തകരാറ് കണ്ടുപിടിക്കാൻ പറ്റും. ശരി. കാശ് കുറച്ച് അധികമാകും കേട്ടോ. അവര് പലതും ഒറ്റയടിക്കങ്ങ് മാറ്റും. എന്തായാലും കുഴപ്പമില്ല. ഈ ഫോൺ ശരിയാക്കി കിട്ടണം. ഞാൻ കൊടുത്താൽ മതിയോ? ആ മതി. ഞാൻ ചിലപ്പോ 2 ദിവസം ഉണ്ടാവില്ല. സാരമില്ല, ഞാൻ വാങ്ങി വെച്ചോളാം. അഡ്വാൻസ് എന്തെങ്കിലും? വേണ്ട, ശരിയെന്നാ. ശരി.
ആഹാ അഞ്ജന സ്പെഷ്യൽ. അജയ് സ്പെഷ്യൽ. ഓ ഞാൻ ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. വേണ്ട പച്ചി, അജയ് ആദ്യം. അവൻ കഴിച്ചു കഴിഞ്ഞ് ബാക്കി ഉണ്ടെങ്കിൽ മാത്രം ഷെയർ ചെയ്യാം. അതും അവൻ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം. എന്താ അമ്മായിയമ്മ മരുമോളും കൂടി? നിങ്ങളുടെ മരുമോളെ ഇപ്പോഴേ സ്വാർത്ഥത തുടങ്ങിയിരിക്കുക. ഓ ദേ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഒരു സ്പെഷ്യൽ. അതും അജയ്ക്ക് മാത്രമാണെന്ന്. നോക്കട്ടെ. ഇല്ല അങ്കിൾ, ഇന്ന് മാത്രമേ ഉള്ളൂ. വിവാഹം കഴിഞ്ഞാലേ നിങ്ങൾക്ക് തന്നിട്ടേ ഞങ്ങള് കഴിക്കൂ. ഇവളെല്ലാം പഠിച്ചു കേട്ടോ. പെൺകുട്ടികൾ പാചകം പഠിക്കണമല്ലോ. ആ പാചകം അല്ല, പിന്നെ ഇവള് നിക്കാൻ പഠിച്ചു. ഓഹോ, പിന്നെ സോപ്പിടാനും. അപ്പച്ചി ഭവാനി, അഞ്ജന ഇന്ന് സൂപ്പർ സ്റ്റാർ ആവുക. എന്താ ഇവളെന്തെങ്കിലും ഒപ്പിച്ചോ? ഏയ് അതൊരു സസ്പെൻസാ. അല്ല അഞ്ജനെ, എന്താ മുഖത്തൊരു പ്രസരിപ്പ്? മുത്തശ്ശി ഞെട്ടാൻ തയ്യാറായിക്കോ. അയ്യോ സംഗീതേ, നീ താഴെ ഒരു മെത്ത വിരിക്ക്. നീ അഥവാ ഞെട്ടിത്തെറിച്ച് താഴോട്ടെങ്ങാനും വീണാൽ അതേലോട്ട് കയറി കിടക്കാവല്ലോ. ആ ഞെട്ടലല്ല മുത്തശ്ശി, പിന്നെ സർപ്രൈസ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ, സർപ്രൈസ് എങ്കിൽ സർപ്രൈസ്. അല്ല അജയ് എവിടെ? അവനാ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് വന്നല്ലോ. നിനക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ഡിന്നർ ആയിരുന്നു. ആണോ? ഞാൻ വിളമ്പിക്കൊടുക്കാം. അവളൊന്ന് വിളമ്പിക്കോട്ടെ, ഇതൊക്കെ പഠിക്കണമല്ലോ. ഒരു കാര്യം പറയട്ടെ, സത്യത്തിൽ കഴിക്കുന്ന ആഹാരത്തിന് ടേസ്റ്റ് വരണമെങ്കിൽ സ്വയം ഉണ്ടാക്കി സ്വയം വിളമ്പി കൊടുത്ത് കഴിപ്പിക്കണം. മതി. സാരമില്ല. അല്ല, ഈ നടന്നു തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് വീട് പഠിക്കണമല്ലോ. അത്രേ ഉള്ളൂ അല്ലേ? യോ അജയ്, ഓ നീ എന്തായാലും ഭാഗ്യവാനാ മോനെ. അല്ല, ഈ ആഹാരത്തിന്റെ കൂടെ അഞ്ജനയുടെ പശ്ചാത്തല സംഗീതം കൂടെ ഒന്ന് കേൾക്കാമല്ലോ. മതി മതി. അമ്മേ, അഞ്ജന ഇന്ന് അജയ്ക്ക് ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അവള് തന്നെ കുക്ക് ചെയ്തതാ. ആഹാ, എങ്കി വിളമ്പിക്കോ. അതെ, ഇത് അജയ്ക്ക് മാത്രമുള്ളതാ. ഓഹോ അങ്ങനാണോ? അല്ല, ഈ ഗണപതിക്ക് വെച്ചിട്ട് ബാക്കിയുണ്ടെങ്കിൽ തരാമല്ലോ അല്ലേ? അതെ. ആ ഗണപതിയെ ഊട്ടിക്കോ ഊട്ടിക്കോ. ആ മോനെ, കഴിച്ചിട്ട് ടേസ്റ്റ് പറയണം. അഞ്ജന അത് ആഗ്രഹിക്കുന്നുണ്ട്. അതെ മുത്തശ്ശി. ആ എങ്ങനെയുണ്ട് മോനെ? സൂപ്പർ സൂപ്പർ. അഞ്ജനെ കുറിച്ച് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. കലക്കി. ശകല എനിക്കൂടെ തരുവോ? ആ അഞ്ജന
എല്ലാവർക്കും കൊടുക്ക്. അവരെയൊക്കെ അപ്രീസിയേഷൻ കൂടി വാങ്ങിക്കേ. ആ, മോളെ എനിക്കൂടെ. ആ പോരട്ടെ. അയ്യോ. ഓ. നന്നായിട്ടുണ്ട് മോളെ. അയ്യോ. ആ, അമ്മ പറഞ്ഞ പോലെ തന്നെയാ. അമ്മേ സൂപ്പർ അല്ലേ? ഞാൻ ഇനി പുതിയ ഐറ്റംസ് ഉണ്ടാക്കും. എന്നെ കെട്ടുന്ന അജയ് ഭാഗ്യവാനായിരിക്കും അല്ലേ മുത്തശ്ശി? മോനെ അജയ്, അല്ല അങ്ങനെ നമ്മൾ മാത്രം കഴിച്ചാൽ പോരല്ലോ. അഞ്ജനോട് ഇരിക്കട്ടെ. ആ ആ അതെ അതെ. അയ്യോ സംഗീത ഇപ്പൊ കഴിക്കട്ടെ. ഒരാളെങ്കിലും ആരോഗ്യത്തോടെ നിൽക്കട്ടെ. അയ്യോ ഇരിക്കും മോളെ. ഇരിക്കും. അയ്യോ അമ്മേ മാറിക്കേ. ഞാൻ അജയുടെ അടുത്തിരിക്കട്ടെ. കൂടെ കൊടുക്ക്. അയ്യോ എന്റെ അമ്മേ. ദാ. ആ ചപ്പാത്തി കൊടു. ഞാൻ വിളമ്പാം. അതാ കഴിക്കും. കഴിക്കും. എന്തു പറ്റി അമ്മേ? അയ്യോ ഭൂമിയാ കത്തോ? എന്ത് കത്ത്? അജയ് പോവില്ല. പോയാൽ അതെന്റെ ശവത്തെ ചവിട്ടിയിട്ടായിരിക്കും. ഭൂമി ഒരു കത്തുമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. ഒരു കാരണവശാലും ആ കത്തുമായിട്ട് അവൾ സ്റ്റേഷനിലെത്താൻ പാടില്ല. നിനക്ക് എന്തും ചെയ്യാം.